ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടില്ലേ, ഇന്ന് ഞാൻ കുറേ ഡ്രസ്സുകളായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഇതാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ റീസെന്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളാണ്. എല്ലാം ഡിഫറെന്റ് പാറ്റേൺസ് ആണ് കേട്ടോ. അതായത് ഒരേ മോഡലിലുള്ളതല്ല. ഇത്തവണ എല്ലാം ഡിഫറെന്റ് പാറ്റേൺസ് ആണ് വാങ്ങിയിരിക്കുന്നത്. ഒരു 5-6 ടൈപ്പ് ഉണ്ട്. ആറും 6 പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്കിത് കാണാം അല്ലേ. പിന്നെ ഈ ഡ്രസ്സുകളുടെ ഒക്കെ ലിങ്ക്, അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് കയറി നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് 1 ബൈ 1 ആയിട്ട് കാണാം അല്ലേ. അപ്പൊ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറുപയർ പച്ചയാണേ. ഒരു ഡാർക്ക് അല്ല എന്നാൽ ലൈറ്റും അല്ല, അങ്ങനെ അല്ലാത്ത ഒരു ചെറുപയർ പച്ച അനാർക്കലി കുർത്തിയാണ്. ഭയങ്കര രസമാണ് കാണാന്. നല്ല ഇറക്കമൊക്കെ ഉള്ള ഒരു കുർത്തിയാണ്. അപ്പൊ ഞാനിത് വെയർ ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലേ. ഫസ്റ്റ് വൺ ഇതാണേ, ഒരു പാനൽഡ് അനാർക്കലി കുർത്തിയാണ് വന്നിരിക്കുന്നത്. ഒരു ഹൈനെക്ക് കോളറൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പ്രിന്റഡ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇത് കണ്ടോ, വർക്കൊക്കെ കണ്ടോ, ഡിസൈൻ ഒക്കെ കണ്ടോ. ഇവിടെ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ചെറിയതായിട്ട് പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ പ്രിന്റ് വരുന്നുണ്ട്. ഈ സെയിം തന്നെ ബാക്ക് വശത്തും വരുന്നുണ്ട് കണ്ടോ. അപ്പൊ നല്ല ഷേപ്പിലാണ് കിടക്കുന്നത്. ഇതിപ്പോ ഞാൻ ഓരോ ഓൾട്ടറേഷനും ചെയ്തിട്ടില്ല. XXL സൈസ് ആണ് വാങ്ങിയത്. അപ്പൊ ഓരോ ഡ്രസ്സും വാങ്ങുമ്പോൾ നമ്മൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം നമ്മുടെ സൈസ് സെലക്ട് ചെയ്യാൻ. കാരണം പല മോഡലിനും പലതായിരിക്കും സൈസ് ചാർട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം സൈസ് സെലക്ട് ചെയ്യാൻ. അതായത് നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് എത്രയാണോ അത് വെച്ചിട്ടുള്ള സൈസാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത് ഞാൻ XXL ആണ് വാങ്ങിയിരിക്കുന്നത്. നല്ല കോട്ടൺ അനാർക്കലി കുർത്തിയാണ് കേട്ടോ. അപ്പൊ ഇത് വിത്തൗട്ട് പാന്റ് ആണ്. നമുക്ക് ടോപ്പ് മാത്രമാണ് കിട്ടുന്നത്. 750 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ആ ഒരു റേറ്റിന് നല്ലൊരു കുർത്തിയാണിത്. നല്ല കളറും നല്ല പാറ്റേണും ആണ്. ഫ്രണ്ടിൽ കണ്ടോ ചെറിയ ബട്ടൺ ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ലീവിലാണേലും എന്റെ ഭാഗത്ത് ചെറിയ ഇതൊക്കെ പ്രിന്റ് ആണ് കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വർക്കായിട്ടൊക്കെ തോന്നും, പക്ഷെ എല്ലാം പ്രിന്റ് ആണ്. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. യാഷ് ഗാലറിയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ യാഷ് ഗാലറിയുടെ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് യാഷ് ഗാലറിയുടെ. എല്ലാം നല്ല പ്രോഡക്റ്റ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. വാഷ് ചെയ്ത് അങ്ങനെ ചുരുങ്ങി പോകത്തൊന്നുമില്ല. അതുപോലെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും. റേറ്റും മെറ്റീരിയലും സ്റ്റൈലും എല്ലാം നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോ അടുത്തത് വരുന്നത് കണ്ടോ, നല്ലൊരു കോഫി മെറൂണിലേക്ക് ഒരു ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള നല്ലൊരു കുർത്തിയാണ്. ഇതാ ഇവിടെയൊക്കെ നല്ല ചുരുക്കൊക്കെ ഇട്ട് ഗ്യാദേഴ്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു കുർത്തിയാണ് കേട്ടോ. ഇതാ ഇവിടെ ഒരു ഫ്ലാപ്പ് വന്നിട്ടുണ്ട്. ഇത് കേട്ടോ, ഒരു ഓവർ കോട്ട് പോലെ ഒരു ഓവർ ലെയർ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ സൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആ ഒരു കോഫി ബ്രൗൺ ഒറ്റ ഒരു കളർ നടുക്ക് കാണും. സൈഡിലേക്ക് ഇതുപോലെ ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈനെക്കാണ്. ഇത് കണ്ടോ, ഇതുപോലെ മിററിന്റെ ലേസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡും ഇങ്ങനെ ഗ്യാദേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞത് നമുക്കൊരു ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാം. ഒരു ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാഷ്വൽ യൂസിന് ഒക്കെ നമുക്ക് പറ്റിയതാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു ബെൽറ്റ് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബെൽറ്റും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ ഫ്രോക്കിന് ഒരു ലുക്ക് വരും കണ്ടോ. അപ്പം നമുക്ക് ഈ ബെൽറ്റ് വെച്ചും ബെൽറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമ്മൾ ഇത് ഇടുന്ന ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കിത് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ്. വെയർ ചെയ്യാനായിട്ട് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ്. തന്നെയല്ല ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു നല്ലൊരു കോഫി ബ്രൗൺ കിട്ടുക എന്ന് പറയുന്നത് റയർ ആണ്. നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഞാനിങ്ങനെ കുറെ നോക്കിയിട്ടുണ്ട് നല്ല കോഫി ബ്രൗൺ. പക്ഷെ ഈ ഒരു കളർ കിട്ടുന്നത് വളരെ റെയർ ആയിട്ടാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ അത്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ബോട്ടവും ഇതാ ഒരു ഷോളും അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് ഷോള്. നല്ല ലെങ്ത് ഉള്ള ഷോളാണ്. അല്ലാതെ തീരെ ചെറിയ സൈസ് ഒന്നും അല്ല, നല്ല ലെങ്ത് ഉള്ളതാണ്. അതുപോലെ വീനെക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലോറൽ പ്രിന്റ് ഉള്ള മസ്റ്റാർഡ് യെല്ലോ കളറിൽ വന്നിട്ടുണ്ട്. ഇതാണ് ബോട്ടം. ഇത് റയോൺ കോട്ടൺ ആണ് മെറ്റീരിയല്. ഇത് ഫുൾ സെറ്റ് വരുമ്പം റേറ്റ് 800 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷെ ആ ഒരു റേറ്റിന് നമുക്കൊരു ഫുൾ സെറ്റ് കിട്ടുക, അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് നല്ല ലാഭം അല്ലെ. ഇതാണ് ബാക്ക് സൈഡ്.
അപ്പൊ ഇത് ഞാൻ ഡബിൾ എക്സൽ ആണ് എടുത്തിരിക്കുന്നത്, കാരണം ഇത്രയും നെക്ക് ഇങ്ങനെ കയറി വരുന്നതുകൊണ്ട് ഡബിൾ എക്സൽ ആണ് എടുത്തത്. അപ്പൊ ഇതിന്റെ തന്നെ ഞാൻ ഒരു റെഡ് കൂടി എടുത്തിട്ടുണ്ട്. ഈ റെഡ് ആയിരുന്നു ഞാൻ ആദ്യം എടുത്തപ്പോൾ എക്സൽ ആണ് സൈസ് എടുത്തത്. അപ്പൊ അതെനിക്ക് ഇത്തിരി ചെറുതായിട്ട് തോന്നി, ഹൈനെക്ക് വന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് യെല്ലോ എടുത്തപ്പം ഡബിൾ എക്സൽ സൈസ് എടുത്തത്. പക്ഷെ ഡബിൾ എക്സൽ സൈസ് എടുത്തപ്പോൾ ഓക്കെയാണ്, നമുക്കൊരു ടൈറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇതാണ് റെഡ്. ഇതാ അതിന്റെ ബോട്ടം വരുന്നത്, പ്രിന്റഡ് ബോട്ടം. ഇതിന്റെ കൂടെയും ദുപ്പട്ട അവൈലബിൾ ആയിരുന്നു. ഇതാണ് ദുപ്പട്ട. അപ്പൊ ഇങ്ങനത്തെ വീനെക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം. ഇങ്ങനെ ഒത്തിരി കയറിയിരിക്കുന്ന നെക്ക് താല്പര്യമുള്ളവര് ഇത് കൂട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത ഡ്രസ്സ് നോക്കിക്കേ, എന്നാ ഭംഗിയാന്ന്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങുമ്പോൾ ഇത്ര ഒരു ഭംഗി ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഞാൻ വാങ്ങിയത് ഏതായാലും ഒന്ന് ഇട്ട് നോക്കാം, എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാലോ എന്ന് കരുതിയാണ് വാങ്ങിയത്. പക്ഷെ വാങ്ങിയപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രസ്സായിരുന്നു. ഇത് കണ്ടോ, ഒരു ഷ്രഗ് പോലെ ഇവത്തേൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ മാറിപ്പോകത്തൊന്നുമില്ല, ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല ഇതായിട്ട് കിടന്നോളും. അതുപോലെ നെക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള നെക്ക്, ചെറിയ ടാസിലൊക്കെ പിടിപ്പിച്ച്. ഇതൊരു ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്ലീവ്സ് ആണെങ്കിലും കണ്ടോ, ചെറിയ ബെൽ സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനും ആണ്. ഇതും യാഷ് ഗാലറിയുടെ പ്രോഡക്റ്റ് ആണ് കേട്ടോ. നല്ല ഇറക്കമുള്ളതാണ്. ഈ ഒരു ഡ്രസ്സ് ഇടുമ്പം നമുക്ക് ഇത്തിരി ഒരു പ്രായം കുറഞ്ഞ പോലത്തെ ഒരു ഫീലൊക്കെ വരും കേട്ടോ. എനിക്കങ്ങനെ തോന്നിയേ. ഇന്നത്തെ വീഡിയോയിലെ എന്റെ ലാസ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. നോക്കിയേ, എന്ത് നല്ല കളർ കോമ്പിനേഷൻ ആണല്ലേ. നല്ല ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡിഷ് മെറൂൺ. നല്ല രസമുണ്ട്. അകത്ത് പോട്ട്ലി ബട്ടൺ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്താ ചെസ്റ്റ് ഭാഗത്ത് ചെറിയൊരു സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല ഇറക്കമുണ്ട്. അനാർക്കലി കുർത്തിയാണ്. ഇതും ഞാൻ ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഓൾട്ടറേഷനും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഞാൻ എക്സൽ സൈസ് ആണ് എടുത്തത്, കാരണം ഇത് നെക്ക് വിടർന്ന നെക്ക് ആയതുകൊണ്ട് എക്സൽ സൈസ് ആണ് എടുത്തത്. യാഷ് ഗാലറിയുടെ പ്രോഡക്റ്റ് ആണ്. ഇതെല്ലാം ഒരു 700-800 റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇന്നെല്ലാം കാണിച്ചേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. തന്നെയല്ല, എല്ലാം നല്ല കംഫർട്ടബിൾ ആണ്, വെയർ ചെയ്യാൻ കാണാൻ സ്റ്റൈലിഷ് ലുക്കാണ്, നല്ല മെറ്റീരിയൽ ആണ്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല പ്രോഡക്ട്സ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ താല്പര്യമുള്ളവര് ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം, വാങ്ങാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.